ചില സമയത്ത് തല ചൊറിഞ്ഞ് പൊട്ടുക. തലവാരിക്കൊന്നും വലിച്ചാ കിട്ടില്ല. അമ്മ അവിടെ ഇരിക്കാമേ, ആദ്യം ഇവള് എന്റെ തലയിലൊന്നും നോക്കട്ടെ. ഇവള് നോക്കിയാലേ പെയിൻ കുറയുന്ന. അല്ലേലും അമ്മമാർക്കൊരു സഹായത്തിന് ഒരു പെൺമക്കളെയും കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരി തന്നെയാ. വെറുതെ വെറും വാക്കൊന്നും പറയണ്ട. ചുമ്മാ ഒന്ന് സഹായിക്കാൻ പോലും അമ്മയ്ക്ക് ആൺമക്കളില്ല എന്നുള്ള കാര്യം ശരിക്കും ഓർത്തോണ്ട് വേണം ഇതൊക്കെ പറയാൻ. വയ്യാത്ത കാലത്തെ ഇച്ചിരി വെള്ളം തരാനും കൂടെ നിൽക്കാനും ഞങ്ങളെ കാണും. ചിലപ്പോ ഈ കളക്ടർ മോള് പോലും കാണില്ല. അങ്ങനെയൊന്നും പറയാൻ നോക്കില്ല. മരുമക്കളുടെ സഹായം അതിപ്പോ രാജീവിന്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങക്ക് കിട്ടാതെ ഉള്ളൂ. ബാക്കിയുള്ള 2 മരുമക്കളും ദൈവം സഹായിച്ച് എനിക്കും എന്റെ ഭർത്താവിനും എന്ത് സഹായം ചെയ്യാനും തയ്യാറായി നടക്കുന്നവരാ. പ്രത്യേകിച്ചും വിഷ്ണു. രോഹിത് വലിയ കുഴപ്പമില്ലാതെ അതിനൊപ്പം നിൽക്കുന്നവനാ. പിന്നെ അവന്റെ കാര്യം എന്തിനാ പറയുന്നത്? എന്റെ പെൺമക്കള് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അവൻ എന്നോട് കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ രോഹിത് കാണിക്കും. സ്വന്തം ഭാര്യ എടുത്ത് കാണിക്കുന്നില്ല പിന്നല്ലേ? അത് നിന്റെ പിടിപ്പുകേട്. ഒരു കുടുംബം കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ആദ്യം തീരുമാനിക്കേണ്ടതും അതനുസരിച്ച് പെരുമാറേണ്ടതും ജീവിക്കേണ്ടതും ഭാര്യമാര് തന്നെയാ. അതിന് പറ്റാതെ വരുമ്പോഴാ ഇതുപോലെ ഒറ്റപ്പെട്ട് വന്ന് ജീവിക്കേണ്ടി വരുന്നത്. മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ ഈ ലോകത്തിനൊപ്പമാ ഓടേണ്ടത്. അതിലൂടെ തിരിച്ചോടി വന്ന വഴിയിലെ കുറവുകൾ പരിഹരിക്കാനൊന്നും പറ്റില്ല. ഞാനിത് പറയുമ്പോ അമ്മയുടെ പഴംപുരാണം പറയുവാന്ന് നിങ്ങൾ കരുതും. നിങ്ങളെ 2 പേരുടെ ജീവിതം ഇങ്ങനെ ആയതിലും സങ്കടവും ഉള്ളി പറഞ്ഞറിയിക്കാനാവാത്ത ടെൻഷനും ഉള്ളതുകൊണ്ടായി പറയുന്നേ. മോളെ ശ്യാമേ, നീയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോണം. ഇവളിപ്പോ രോഹിത്തിന്റെ മുമ്പിൽ തോക്കണമെന്നാണ് അമ്മ ഇപ്പൊ പറയുന്നേ. നീ ഇപ്പൊ രാജീവിന്റെ മുന്നിൽ ജയിച്ച് നിൽക്കുവാണോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിച്ചതാ. ജീവിതത്തിൽ ജയിച്ചു നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് മാതൃകയാവണം. അത് അവരുടെ കഴിവുകൾ തെളിയിച്ചത് കൊണ്ട് പറയുന്നതാണെന്നെങ്കിലും വെക്കാം. പക്ഷെ തോറ്റവർക്ക് അത് പറയാൻ യാതൊരു അർഹതയും ഇല്ല, സമൂഹത്തിൽ സ്ഥാനവും ഇല്ല. അമ്മേ, ഞാനിപ്പോ തിരിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് പോണോന്നാണോ അമ്മ ഈ പറയുന്നത്? എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ സമയമായി എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്താണെങ്കിലും തീരുമാനം എടുക്കേണ്ട നീ തന്നെയാ.